നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജ്യോതിഷത്തിൽ വളരെ ഫലപ്രദമായ പ്രശ്നരീതികളിൽ ഒന്നാണ് വെറ്റില ജ്യോത്സ്യം. ദൈവത്തിന്റെ പ്രതിരൂപമാണ് വെറ്റില. പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് തലമുറകളായി കൈമാറി വന്ന എന്റെ എളിയ സിദ്ധി കൊണ്ട് വർമ്മ സാറിന്റെ കുടുംബത്തിനുണ്ടായ ഒരു പ്രശ്നം അത് പരിഹരിക്കാനാവുമല്ലോ എന്നുള്ള സന്തോഷത്തോടെയാണ് രമ്യമോള് വിളിച്ചപ്പോ തന്നെ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. വർമ്മ സാറിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ രാജു എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പോറ്റി ഒരു നിമിഷം. വർമ്മ സാറേ, ഋതികയുടെ വള എവിടെയെങ്കിലും വീണു പോയതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, കാളിദാസൻ പോറ്റി വെറ്റിലെ മഷിയിട്ട് നോക്കിയാ നഷ്ടപ്പെട്ടു പോയ വള തനിയെ നടന്നിവിടെ വരും. നോൺസെൻസ്. ഏത് കാലത്താ നിങ്ങളൊക്കെ ജീവിക്കുന്നേ? ഈ കാലത്തും മന്ത്രതന്ത്രങ്ങളും മഷിനോട്ടമൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? മോളെ രമ്യേ, ഇത് നിന്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും കാലമൊന്നും അല്ല. വർഷങ്ങൾ കുറെ മുന്നോട്ട് പോയി. മോളത് അറിഞ്ഞില്ലായിരിക്കും. യാമിനി, പോറ്റി ഇതുവരെ വന്നതല്ലേ, എന്തെങ്കിലും ചില്ലറ കൊടുത്ത് പറഞ്ഞേക്ക്. അല്ലേച്ചി, അവരിത്രയൊക്കെ പറഞ്ഞതല്ലേ, നമുക്കൊന്ന്. ഓ, അപ്പൊ നീ ഇവരുടെ സൈഡാണോ? നിനക്കുണ്ടോ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ? അമ്മായി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് അമ്മായി കേട്ടിട്ടില്ലേ? വിശ്വസിക്കുന്നവർ വിശ്വാസികൾ, വിശ്വാസം ഇല്ലാത്തവർ അവിശ്വാസികൾ. അത്രയുള്ളൂ. നഷ്ടപ്പെട്ടത് എന്റെ കയ്യിൽ കിടന്ന വളയാ. അതെടുത്തത് ആരാണെന്ന് അറിയാനുള്ള ഒരു ശ്രമം. അന്ധവിശ്വാസത്തിന്റെ പേരില് ആശ്രമം പാഴാക്കണോ? അതെ, മോഷ്ടാവ് ആരാണെന്നേ നമുക്കിപ്പ അറിയാലോ. രാജു, വേഗാവട്ടെ. അവരൊക്കെ ഇങ്ങ് വരുന്നതിന് മുമ്പ് നമുക്ക് അവളെ എവിടെയാണെന്ന് അറിയണം, അല്ലെങ്കിൽ നാണക്കേടാ. പോറ്റി, കേടില്ലേ? നമുക്ക് അധികം സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ലതിക മേഡത്തിന്റെ ഭാവി വരാൻ ഇട്ടുകൊടുത്ത വളയാണ് പോയത്. ആരെങ്കിലും എടുത്തതാണെങ്കിൽ എന്നോട് അവരുടെ പേരൊന്ന് പറഞ്ഞാൽ മതി. വള ഞാൻ എവിടെയാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചോളാം. വേഗാവട്ടെ. ഇരിക്കാം. രാജു, മഴ കിട്ടൂലോ അല്ലേ? മാഡം പേടിക്കാതെ, ഇപ്പൊ കിട്ടുന്നേ. ഒരിക്കൽ അമ്മയുടെ മോതിരം കാണാതെ പോയി. പോറ്റിയാ മോതിരം എവിടെയെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു. ഇനി ഇയാളെങ്ങാനും ആരാണ് വളയെടുത്തതെന്ന് കൃത്യമായി പറയൂ. അങ്ങനെ പറഞ്ഞാ ദീപക്ക് വീണ്ടും പ്രതാപന്റെ മുന്നിൽ മോശക്കാരനാകും. പിന്നെ പ്രതാപൻ ഒരിക്കലും ഋതികയെ ദീപക്കിന് വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മതിക്കില്ല. ദീപക്ക് എവിടെയായിരിക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.